അനുഷ്ഠാന നിറവിൽ കോഴിക്കോടിന്റെ മണ്ണിൽ മുടിയേറ്റ് ആടിത്തിമിർത്തപ്പോൾ കാഴ്ചക്കാർക്ക് അത് വേറിട്ട അനുഭവമായി. കോർപ്പറേഷൻ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഫോക്ലോർ ഫെസ്റ്റിലാണ് മുടിയേറ്റ് അരങ്ങേറിയത്. മുഖത്ത് കടും നിറത്തിൽ തേപ്പും ആടയാഭരണങ്ങളുടെ ഉടുത്തുകെട്ടുമായി നിലവിളക്കിന്റെ പ്രഭയിൽ മുടിയേറ്റ് പതിഞ്ഞ താളത്തിൽ നിന്ന് മെല്ലെ ഉറഞ്ഞാടി. കളമെഴുത്തും പ്രതിഷ്ഠയും പൂജയും താലപ്പൊലിയും തിരിയൊഴിച്ചിലും ഒടുവിൽ കളം മായ്ക്കലും കൂടി നിന്നവർക്ക് വേറിട്ട അനുഭവം പകർന്നു. കാളിസേവയുടെ ഭാഗമായി നടത്തുന്ന അനുഷ്ഠാന കല കീഴില്ലം ഉണ്ണികൃഷ്ണനും സംഘവുമാണ് തനിമ ചോരാതെ അവതരിപ്പിച്ചത്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ക്ഷേത്രങ്ങളിലും പ്രധാന തറവാടുകളിലും കെട്ടിയാടാറുള്ള അനുഷ്ഠാന കല മലബാറിന്റെ മണ്ണിൽ പുതുമ പകർന്നു. ദാരിയാവതം കഥയെ ആസ്പദമാക്കിയാണ് മുടിയേറ്റ് അവതരിപ്പിക്കുന്നത്. ഭദ്രകാളിയുടെ ജന്മോദ്ദേശം തന്നെ ദാരിയാവതമാണ്. അപ്പോൾ അതുകൊണ്ട് 7 രംഗങ്ങളായിട്ട് 7 കഥാപാത്രങ്ങളുള്ള മുടിയേറ്റ് 7 രംഗങ്ങളായിട്ട് അവതരിപ്പിക്കുന്നു. അതിനകത്ത് ഈ അക്കാഡമി അല്ലെങ്കിൽ ഇതുപോലെ ടൂറിസം പരിപാടികൾക്ക് നമ്മൾ സാഹിത്യ പ്രാധാന്യമുള്ള രംഗങ്ങൾ ഒഴിവാക്കാറാണ് പതിവ്. കാരണം പെട്ടെന്ന് സാഹിത്യം രൂപത്തിലുള്ള കഥാപാത്രം അത് ആവർത്തന വിരസത വരുന്നതും സാഹിത്യം മറ്റുള്ളവർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് സാഹിത്യ രംഗങ്ങൾ ഒഴിവാക്കി മറ്റ് രംഗങ്ങളിലേക്ക് പോവുകയാണ്. ഇതിന് താളപ്രാധാന്യമുള്ള രംഗങ്ങളാണ്, അല്ലെങ്കിൽ മേളപ്രാധാന്യം കൂടുതലുള്ള രംഗങ്ങളാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് അധർമ്മിയായ ദാരിയനെ വധിച്ച് അത് അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ആ ദാരികാദാനാന്തരാദികൾ വധിച്ച് ലോകത്തെ രക്ഷിക്കുക, അതായത് സർവ്വതയും ഉപദ്രവിക്കുന്ന രീതിയായിരുന്നു ദാരികാസുരനുള്ള അസുര ചക്രവർത്തി ആണെങ്കിൽ പോലും അതിനെ ആ അധർമ്മത്തെ കളഞ്ഞ് ഒരു ധർമ്മത്തെ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ കൂടി ജനങ്ങൾക്ക് പകർന്നു വരുന്ന ഒരു മിത്ത്. മലബാർ ക്രിസ്ത്യൻ കോളേജ് അങ്കണമാണ് പരിപാടിക്ക് വേദിയായത്. പാരമ്പര്യവും തനിമയും സമന്വയിപ്പിച്ച കൊക്കോ ഫെസ്റ്റ് ഞായറാഴ്ചയാണ് സമാപിക്കുക. ജനം, കോഴിക്കോട്.